കേരള കോൺഗ്രസിനുള്ളിലെ കാറും കോളും കെ എം മാണിക്ക് അന്യമല്ല. പാർട്ടിക്കുള്ളിൽ കലഹിച്ച് ജോസഫ് പടക്കിറങ്ങുമ്പോൾ മാണിയുടെ മനസ്സിലിരിപ്പും നീക്കവും എന്താകും? മാണിക്ക് മാനസപുത്രനായിരുന്ന PC തോമസ് ഇറങ്ങിപ്പോയതടക്കം നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ. അപ്പോഴെല്ലാം മാണി കൂട്ടിയും കിഴിച്ചും തന്റെ തട്ട് താഴ്ത്തി. മാണിക്കൊപ്പം കേരള കോൺഗ്രസിന്റെ ആദ്യകാലത്ത് ഒപ്പമുണ്ടായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള പറയും മാണിയുടെ രാഷ്ട്രീയ കണക്ക്. മാണിയെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാണി ആദ്യം ഒരു തല്ലുണ്ടാക്കും ഇതിനകത്ത്, പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥിന് വേണ്ടി. അവസാനം ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയെ മാണി നിശ്ചയിക്കും. അതാരായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അത്രയുള്ള അതിന്റെ കാര്യം. കോട്ടയം സീറ്റിൽ മാണി മനസ്സിൽ കണ്ടതാരെ? സ്ഥാനാർത്ഥി കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ് നമ്മൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ. മത്സരിക്കാനില്ലെന്ന് നിഷ പറയുമ്പോൾ പൊതുസമൂഹത്തിലുണ്ടാകുന്ന മതിപ്പ് വലുതാണ്. നിഷയുടെ വാക്കുകേട്ട സ്ഥാനാർത്ഥി മോഹികൾ മാണിയെ വട്ടമിടും. പാർട്ടിക്കുള്ളിലെ പോര് കടുക്കും. അവസാനം മാണി തീരുമാനിക്കും. അപ്പോൾ മാണി പറയുന്ന സ്ഥാനാർത്ഥി ആരാകും? രാജ്യസഭയിൽ കളിച്ച കളി തന്നെ ഇതിലും കളിക്കും. രാജ്യസഭയുടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും മോഹിപ്പിച്ചു. അവസാനം പറഞ്ഞു മകൻ തന്നെ പോകട്ടെ എന്ന് മാണി തീരുമാനിച്ചു. അതുപോലെ അതേ സംഭവ വികാസമാണ് ലോക്സഭയിലും വരാൻ പോകുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.